സാറിന്റെ വൈഫാണോ? ടീച്ചറിന്റെ പേര്? എന്റെ പേര് ഗിരിജ. വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. മാഷിന്റെ കൈ പിടിച്ച് നമുക്ക് നടക്കാം. മാഷിന്റെ കൈ ഞാനും കൂടെ പിടിക്കാം. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പതുക്കെ നടക്കാൻ പോകും. മാഷി ഈ ഗ്രൗണ്ടിലേക്ക് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടാവും അല്ലേ? ഇവിടെ ഞാൻ കയറാത്ത സ്ഥലങ്ങളില്ല. മാഷ് ഇന്നിപ്പോ ഈ നടക്കുമ്പോ ഒരു അനുഭവം എന്താ? കാല് പാറക്കല്ലുകളിൽ മുട്ടുന്നു അല്ലേ? പുഴക്കല്ലുകൾ വന്ന് കിടക്കുന്നതായിട്ട് അറിയുന്നു അല്ലേ? മാഷ് പണ്ട് സ്കൂളിൽ ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അല്ലേ? ഓക്കെ, പെതുക്കെ സാവധാനം മാഷെ, ഞാൻ ഒന്ന് മുണ്ട് പിടിച്ചോട്ടെ. പെതുക്കെ ഇറങ്ങണേ മാഷെ. കാല് വെക്കല്ലേ. ഒരു നിമിഷം. നമ്മളോടൊപ്പമുള്ള മോഹൻരാജ് മാഷ് 28 വർഷം അല്ലേ മാഷെ? 28 വർഷം ഈ സ്കൂളിൻ്റെ എല്ലാം അറിയുന്ന മാഷാണ്. ക്ലാസ് മുറിയിൽ ഒരു കുഞ്ഞ് വികൃതി കാണിച്ചാൽ പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന മാഷാണ്. മാഷിൻ്റെ കാൽപാദങ്ങൾ ഇവിടെ പതിയാത്ത ഇടങ്ങളില്ല. പക്ഷെ മാഷിനിപ്പോൾ നടക്കുമ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? മാഷിപ്പോൾ നടന്നു വന്നത് പുന്നപ്പുഴയിലൂടെയല്ല, നമ്മുടെ സ്കൂളിൻ്റെ മെയിൻ കെട്ടിടത്തിൻ്റെ അടിവശത്തൂടെ അത് ഒഴുകുന്നത്. അത് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ മാഷിന്? അല്ലേ? വല്ലാത്തൊരു അനുഭവമാണത് അല്ലേ? ആ ഗ്രൗണ്ടിൽ വന്ന് മാഷ് കണ്ട ഗ്രാമമേ അല്ല അല്ലേ? ആ മൈതാനമേ അല്ല എന്നുള്ളതാണ്. മാഷിനെ പോലെ ഇനിയിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ഇതിലൂടെ നടക്കുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും അതിൻ്റെ സങ്കടം എത്രത്തോളം ഉണ്ട്, ആ നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവും. നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് പോകുന്നത്. മാഷേ, ഇതിപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ എവിടേക്കാണ് വന്നതെന്നറിയോ? നമ്മൾ സ്കൂളിൻ്റെ ഓഫീസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ മെയിൻ ബിൽഡിങ്ങിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെയൊക്കെ നിറയെ വലിയ തടിയും മരവും കഷണവും ഒക്കെയാണ്. ഒന്നും നമുക്ക് കണ്ടാൽ പോലും തിരിച്ചറിയില്ല മാഷേ. നമ്മളിപ്പോൾ പണ്ട് പുഴ കുറച്ച് ദൂരെ ആയിരുന്നില്ലേ അല്ലേ? ആ ഗ്രൗണ്ടിൻ്റെ അങ്ങേയറ്റത്തായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, അടുത്തേക്ക് വന്നു. ഇപ്പോൾ പുഴ അടുത്തേക്ക് വന്നു. നമ്മുടെ തൊട്ടടുത്തുകൂടിയാണ് പോകുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം ഒരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആ പ്രേക്ഷകൻ്റെ പേര് ഒരിക്കൽ കൂടി നമുക്കൊന്ന് പറയാമെന്ന് തോന്നുന്നു. മഞ്ജുഷയാണ്. മഞ്ജുഷ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കോട്ടയത്ത് നിന്നാണ് മഞ്ജുഷ നമുക്കൊപ്പം ചേരുന്നത്. മഞ്ജുഷ, ഗുഡ് മോർണിംഗ്. പറയൂ, വാർത്തകളൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. സ്കൂളിന്റെ പരിസരം, അതിന്റെ മാറ്റം. സാറേ, അതെല്ലാം കാണുന്നുണ്ട്. നമ്മളൊക്കെ ഒരുപാട് വേദനയുണ്ട്. ഞാനും എൻ്റെ ഹസ്ബൻഡും 2 മക്കളും കൂടി ഇരുന്നാണ് ഇത് കാണുന്നത്. സ്കൂളിന്റെ കാര്യങ്ങളും പരിതാവസ്ഥയെല്ലാം നമ്മൾ കണ്ടു. നമുക്ക് അതൊക്കെ ഒരുപാട് വിഷമമുണ്ട്. സാറിനെ ഒരുപാട് അഭിനന്ദിക്കുന്നുണ്ട്. ആ കൂടെ സാറ് നന്നായിട്ട് അവതരിപ്പിക്കുന്നു. പിന്നെ അത് മാത്രമല്ല സാറേ, ഞാൻ ഒരു പ്രീ പ്രൈമറി അധ്യാപികയാണ്. എൻ്റെ ഹസ്ബൻഡ് മെറ്റൽ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സ്കൂളുകളിലും നമ്മൾ മെറ്റൽ കൊണ്ടുള്ള പുറംവാതിൽ കളി ഉപകരണങ്ങൾ, അതായത് ഊഞ്ഞാല്, മെറിഗോ റൗണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ പേര് ശരി മെറ്റൽ വർക്ക് എന്നാണ് നമ്മൾ അതിന് ചെയ്തു കൊടുക്കുന്ന സ്ഥാപനത്തിന്റെ പേര്. അപ്പൊ നമ്മൾ ഈ സ്കൂള് പണിത് കൊടുക്കുമ്പോൾ ഇപ്പൊ മന്ത്രി ഇപ്പൊ സംസാരിക്കുന്നതെല്ലാം നമ്മൾ കേട്ടിരുന്നു. കുഞ്ഞിന്റെ ക്ലാസ് മുറികളും എല്ലാം നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് ഒരു വിഷമം തോന്നി സ്കൂളിന്റെ അവസ്ഥയും എല്ലാം കണ്ടപ്പോൾ. അപ്പോൾ അതിന് ഫണ്ട് സാർ പറയുന്നതും എല്ലാം കേട്ടിരുന്നു. അപ്പൊ സ്കൂള് പണി മഞ്ജുഷ, ഞങ്ങളൊരു ദൃശ്യം കാണിച്ചു തരാം. ഇപ്പോ മാഷേ, ഞങ്ങളുടെ വലതുഭാഗത്ത് ആ സ്കൂള് തകർന്നു കിടക്കുന്ന കാണാം അല്ലേ? ഇവിടെ എനിക്കൊന്നു ഈ സ്കൂൾ പക്ഷേ ഇങ്ങനെ ആയിരുന്നില്ല അല്ലേ? ഇവിടെ ഒരു മുറിയും കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ഇതൊരു ക്ലാസ് മുറിയായിരുന്നോ? ഇപ്പൊ ഈ തടി കിടക്കുന്ന ഒരു ക്ലാസ് മുറിയായിരുന്നു. ഇതൊരു ക്ലാസ് മുറിയായിരുന്നു. ഇതൊരു മാഷെ, അവിടെ ഒരു ക്ലാസ് മുറി മൊത്തം പോയി. അവിടെ വലിയ മരക്കഷങ്ങളാണ്. ഒരു 6-7 വലിയ തടികൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അതിൻ്റെ കമ്പികൾ ഇങ്ങനെ കിടപ്പുണ്ട്. മഞ്ജുഷ, ആ ദൃശ്യം കണ്ടല്ലോ. നമുക്ക് ഈ സ്കൂളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇനിയിപ്പോൾ എന്തായാലും അതിന് അനുമതിയും കിട്ടില്ല, സുരക്ഷയും ഇല്ല. അപ്പോൾ എന്തായാലും പുതുതായിട്ട് തുടങ്ങുന്ന സ്കൂളിലേക്ക് നിങ്ങളുടെ ഒരു സേവനം കിട്ടും അല്ലേ മഞ്ജുഷ? തീർച്ചയായിട്ടും നമ്മൾ മെറ്റൽ കൊണ്ടുള്ള കളി ഉപകരണങ്ങൾ, അതായത് പുറംവാതിൽ കളി ഉപകരണങ്ങൾ, ഊഞ്ഞാല്, മെറിഗോ റൗണ്ട്, സീസോ, അങ്ങനെയുള്ള കളി ഉപകരണങ്ങൾ ഫിറ്റ് ചെയ്ത് അവിടെ വന്ന് നമ്മൾ കുട്ടികൾക്ക് ഉപയോഗമാകത്തക്ക രീതിയിൽ ഫിറ്റ് ചെയ്ത് തരണമെന്ന് നമ്മൾക്ക് അതിയായ ഒരു ആഗ്രഹമുണ്ട് സാറേ. സന്തോഷം മഞ്ജുഷ. ഇത് ഞാൻ എന്തായാലും PTA ഭാരവാഹികളെ അറിയിക്കാം. നമ്മുടെ സ്കൂളിൻ്റെ PTA ഭാരവാഹി ഉണ്ടോ? ഇങ്ങോട്ട് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അറിയിക്കാം, സ്കൂൾ അധികൃതരെ അറിയിക്കാം. നമുക്ക് പുതുതായിട്ട് സ്കൂൾ നിർമ്മിക്കുമ്പോൾ മഞ്ജുഷയുടെ സേവനം ആ ചെറിയ കുട്ടികളുടെ പാർക്കിൽ കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ആ സന്മനസ്സിന് നന്ദി. താങ്ക് യു മഞ്ജുഷ. മഞ്ജുഷ ഇപ്പോൾ പറഞ്ഞതെന്നറിയോ, അവിടുത്തെ അവർ മെറ്റൽ വർക്കുകളൊക്കെ ചെയ്യുന്നവരാണ്. അത് കളിപ്പാട്ടം, ഈ പാർക്കുകളൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ അവർ വേണമെങ്കിൽ പുതുതായിട്ട് നിർമ്മിക്കുന്ന സ്കൂളിന് അവർ സൗജന്യമായിട്ട് നിർമ്മിച്ചു തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.